അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോണിൽ. അഡ്വക്കേറ്റ് ജയശങ്കർ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് 17/4/2024 ശശിധരൻ കർത്ത കൊടുത്ത മൊഴിയിൽ പറയുന്നത് എന്തെങ്കിലും സേവനത്തിനല്ല, മറിച്ച് പിണറായി വിജയനുമായുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് കണക്കിലെടുത്തായിരുന്നു ഞാൻ പണം കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴിയാണല്ലോ. ഇനി ഈ കാര്യത്തിൽ എന്ത് പ്രതിരോധം തീർക്കും CPM? ശശിധരൻ കർത്താവ് ഈ പാർട്ടി വിരുദ്ധ ശക്തികളുടെ തടവറയിലാണെന്നും എൻഫോഴ്സ്മെന്റുകാർ അദ്ദേഹത്തെ നിർബന്ധിച്ച് ഒരു മൊഴി അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയതാണ് എന്നും ഉള്ള ഒരു പ്രതിരോധമായിരിക്കും പാർട്ടിയുടെ ഭാഗത്തുണ്ടാകുക. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പൊതുവിലും CPI മാർക്സിസ്റ്റിനെ പ്രത്യേകിച്ചും തകർക്കാൻ വേണ്ടി ആഗോളതലത്തിലും ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും വലിയ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായിട്ട് CIAയുടെ കൂടി താല്പര്യപ്രകാരമാണ് ഇങ്ങനെ ഒരു മൊഴി ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ ഒരു ചട്ടകമായിട്ടാണ് ഈ കർത്താവ് പ്രവർത്തിക്കുന്നതെന്നും ആയിരിക്കും പാർട്ടിയുടെ ഒരു നിലപാട്. കാരണം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്തെങ്കിലും സേവനം ചെയ്തു കൊടുത്തിട്ടല്ല വീണയ്ക്ക് മാസം 5-3-8 ലക്ഷം രൂപ ചോദിച്ചു. 3 ലക്ഷം രൂപ കമ്പനിക്ക്, 5 ലക്ഷം രൂപ വീണയ്ക്ക് പോക്കറ്റ് മണിയായിട്ട് കൊടുക്കണമെങ്കിൽ അത് എന്തെങ്കിലും സേവനത്തിന്റെ അടിസ്ഥാനത്തിലല്ലോ. കമ്പനിക്ക് കൊടുക്കുന്ന മനസ്സിലാക്കാം. കമ്പനി സേവനം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇവരൊരു റീറ്റെയിലർ പോലെ നിലനിർത്തുകയും ഒരു സംഖ്യ കൊടുക്കുകയും ചെയ്യുന്നു. അത് മനസ്സിലാക്കാം. മാസം 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ന്യായം തന്നെ. അപ്പൊ അത് വ്യക്തമല്ല. അതിന്റെ കാരണം മറ്റു പലതുമാണ്. അപ്പോ കർത്താവ് പറഞ്ഞാൽ അതിന്റെ ന്യായം ശരി. പിണറായി വിജയനുമായിട്ട് അദ്ദേഹത്തിന് ദീർഘകാലത്തെ അടുപ്പമുണ്ട്, പരിചയമുണ്ട്, സ്നേഹമുണ്ട്, സൗഹൃദമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ശശിധരൻ കർത്താവിന് ഏറ്റവും അടുപ്പമുള്ള രണ്ടുപേര്, ഒന്ന് PK കുഞ്ഞാലിക്കുട്ടി, മറ്റേ പിണറായി വിജയനുമാണ്. ലോകപ്രസിദ്ധമായിട്ടുള്ള കാര്യമല്ല, ആർക്കറിയാൻ പാടുള്ളത്. അത് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അതിന്റെ അർത്ഥം മറ്റു നേതാക്കന്മാരായിട്ട് അദ്ദേഹത്തിന് അടുപ്പമില്ല, സ്നേഹമില്ല എന്നുള്ളതല്ല. PM സുധീരൻ ഒഴിച്ച്, ഒരു പക്ഷേ മാത്യു കുഴൽനാഥനും ഒഴിച്ച് ബാക്കി എല്ലാ നേതാക്കന്മാരോടും അദ്ദേഹത്തിന് വലിയ അടുപ്പമാണ്, വലിയ സ്നേഹമാണ്. BJP നേതാക്കന്മാരോട് അടുപ്പില്ലേ? എല്ലാവർക്കും പൈസ കൊടുത്തിട്ടില്ല. കോൺഗ്രസ്സുകാരിൽ കാശ് പിടിക്കാത്തവരാണ് ഒരാളുമില്ല. VD സതീശൻ, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി വരെ കർത്താവിന്റെ അടുത്ത് കൈനീട്ടി കാശ് പിടിച്ചു. ഒരാൾക്കും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റിയില്ല. എല്ലാവരും പൈസ പിടിച്ചു. പിന്നെ പിണറായി വിജയനുമായിട്ട് സവിശേഷമായ ഒരടുപ്പം, അത് കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് കൂട്ടി. അങ്ങനെ ഒരു ബന്ധം വേറെ ആരുമായിട്ടുമില്ല. അത്ര കാര്യമുള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും വലിയ തോതിൽ ഇനിയും ചർച്ചയാവുകയാണ് ഈ വിഷയം എന്നുള്ളത് നിസ്തർക്കമാണ്. ശശിധരൻ കർത്ത പല രാഷ്ട്രീയ നേതാക്കൾക്കും പണം കൊടുത്തിട്ടുണ്ട്, ഭരണാധികാരികൾക്കും പണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പക്ഷേ ഒരു കരാർ ഉണ്ടാക്കി പിണറായി വിജയൻ്റെ മകൾക്ക് പണം കൊടുത്തിരിക്കുന്നു. അത് പക്ഷേ എന്തെങ്കിലും സേവനം കാക്ഷിച്ചല്ല, ഏതെങ്കിലും സേവനം വേണമെന്ന് വിചാരിച്ചിട്ടുമില്ല, സേവനം കൊടുത്തിട്ടുമില്ല. പിണറായി വിജയനോടുള്ള പേഴ്സണലായ റിലേഷൻഷിപ്പിൻ്റെ പേരിലാണ് ഒരു മാസം 8 ലക്ഷം രൂപ വെച്ച് 5 ലക്ഷം രൂപ മകൾക്ക്, 3 ലക്ഷം രൂപ മകളുടെ കമ്പനിക്ക് എന്ന ക്രമത്തിൽ കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് ശശിധരൻ കർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് സമ്മതിക്കുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയമായ മറുപടി കൂടി ആവശ്യമുണ്ട്.